ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഇന്ന് നമ്മളൊരു ഇടിഞ്ചക്ക കൊണ്ടുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 8-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കടുക് വറക്കാൻ അരി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂണ്. അപ്പോൾ ഇടിഞ്ചക്ക ഞാൻ രാത്രി തന്നെ വേവിച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് ആ വേവിച്ച ചക്ക ഒരു ഇടികല്ലിലിട്ട് ഇടിച്ച് എടുത്തു. അതിനാണ് ഇടിഞ്ചക്ക ഇടിച്ചത്. ഇതായിട്ട് എടുത്ത് പീസസായിട്ട് കടയിൽ വെച്ചു. അതിൽ കടുക് വറക്കാനായിട്ട് ഞാൻ ആക്ച്വലി കടുകിട്ടില്ല, അതിന് പകരം അരിയിട്ടാണ് കടുക് വറക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 3-4 വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ടു. ഈ അരിയൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അത് ഇടിച്ചു വെച്ചത് ചേർത്ത് കൊടുത്തു. അതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറിയിട്ട് നമുക്ക് ഇടിഞ്ചക്ക ഇട്ട് കൊടുക്കണം. ഈ ഇടിഞ്ചക്കയിൽ എപ്പോഴും ഞങ്ങളുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതൽ വെക്കുന്നത്. ഞാൻ ഒരു 2 പച്ചമുളകും കൂടെ ഇട്ടന്നേ ഉള്ളൂ. അതിൻ്റെ റോ ഫ്ലേവർ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ ഇടിച്ചു വെച്ച ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല, സിന്ധുവാണ്. നമ്മളത് ചക്ക ഇട്ട് കൊടുത്തു. ഓൾറെഡി ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചേക്കുന്ന ചക്കയാണ്. ഇത് ഇടിച്ചെടുത്തതാണ്. ഈ സമയത്ത് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അതൊന്ന് ഉപ്പ് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുത്തു. വേവിച്ച് എല്ലാം ഒന്ന് മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മൾ ഒരു 2-3 ടേബിൾ സ്പൂണ് വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ശരിക്ക് മിക്സായിട്ട് വരാൻ. അത് വെള്ളം ആഡ് ചെയ്തിട്ടാണ് നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് തേങ്ങ തിരികെ ചേർത്ത് കൊടുത്തു. തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഈ തേങ്ങയുടെ ഒരു പച്ചമണമൊക്കെ ഇത് മാറാൻ പിന്നെ ഒന്നുകൂടെ അടച്ചു കൊടുത്തു. പിന്നെ നമ്മളിതിനെ ഒന്ന് ശരിക്കും മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പുറത്ത് അല്പം 2-3 കറിവേപ്പിലൂടെ ചേർത്ത് കൊടുത്തു. ഇടിഞ്ചക്ക തോരൻ റെഡി.